ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഭാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മഴത്തോരു മുമ്പ് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ആഴ്ചയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. അപ്പം നമ്മുടെ അലീനയുടെയും നമ്മുടെ മനുവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് ചെറുതായിട്ടൊന്ന് കേട്ടാലോ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഹൈപ്പ്, കാരണം അത് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് യൂട്യൂബിനകത്ത് അപ്പായി വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കും ഹൈപ്പും ചെയ്യുക. പുതുതായിട്ട് നമ്മുടെ സീരിയലിൻ്റെ പ്രൊമോ കേൾക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക കേട്ടോ. ഒടുവിൽ നമ്മുടെ ശരണ്യയെ കാണാനായിട്ട് നമ്മുടെ അലീന ചെന്നു. പക്ഷേ അലീനയോട് ഒരു രീതിയിലും ശരണ്യ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാര്യം പറയുന്ന ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ശ്രമിച്ചാൽ കൂടിയും ശരണ്യ ആ രീതിയിലൊന്ന് തിരിച്ചൊരു അനുകമ്പ കാണിക്കുന്നില്ല. കാരണം എല്ലാത്തിനോടും ഒരുതരം വെറുപ്പും വിദ്വേഷവും സങ്കടവും ദേഷ്യവും അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാവ ചുരുണ്ടുകൂടി ഒരു വെളിച്ചം പോലും കണ്ണിലടിക്കുന്നത് ഇഷ്ടമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ശരണ്യയുടേത്. അപ്പോൾ അലീനയ്ക്കും വളരെ ദയനീയത തോന്നി. കാരണം ശരണ്യയുടെ അവസ്ഥ അത്രയും ചെറുപ്രായത്തിൽ, നമ്മുടെ ബബിതയുടെ ഒരു പ്രായം മാത്രമേ നമ്മുടെ ശരണ്യയ്ക്കുള്ളൂ. അലീനയ്ക്ക് അതാണ്, തൻ്റെ അനുജൻ കൂടി ഇതിൽ ഉൾപ്പെട്ടു, തൻ്റെ അനുജനും ഈ ഒരു കൊടും ക്രൂരതയ്ക്ക് ഉണ്ടായി എന്നുള്ള അവസ്ഥ ഓർത്ത് അലീനയ്ക്കും അത് താങ്ങാനാവാത്തൊരു വിഷമം തന്നെയായിരുന്നു. ഈ ഒരവസ്ഥ തനിക്കും വരേണ്ടതല്ലേ, പക്ഷേ എന്തോ ഒരു സാഹചര്യത്തിൽ സ്വയം താൻ ജീവൻ ഒടുക്കാനായിട്ട് ആ കത്രിക ഉപയോഗിച്ച് ശ്രമിച്ചതുകൊണ്ട് തന്നെ അന്ന് ബലാത്സംഗം ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഈ ഒരവസ്ഥ താനും അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലേ എന്നുള്ളത് അലീന ഓർത്തു. പക്ഷേ വാക്കുകൾ കൊണ്ടോ തലോടൽ കൊണ്ടോ ഒന്നും ശരണ്യെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ശരണ്യയെ കണ്ടെത്തിയ ബാലചന്ദ്രൻ വീണ്ടും അലീനയെ താക്കീത് ചെയ്തു. മോളെ, നീ ഇനി അവിടെ പോകേണ്ട അവസ്ഥ വേണോ? നിനക്ക് വന്ന അവസ്ഥ നീ മറന്നോ? അച്ഛാ, ഇപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല അച്ഛാ. എൻ്റെ അനുജൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ആ ഒരു പാപം പറ്റിയ കുട്ടിയെ സമാധാനിപ്പിക്കാനെന്നുള്ള കടമ എനിക്കുമുണ്ട് അച്ഛാ. കാരണം അവളുടെ മുഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല. അത്രയ്ക്ക് ദയനീയമായ ഒരവസ്ഥയാണ് ആ കുട്ടി. പുറം ലോകത്തോ ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ വെളിയിലോട്ടൊന്ന് നോക്കാനോ, ആ ഒരു ഇരുണ്ട മുറിയിൽ തന്നെ സ്വന്തം ജീവിതം കഴിച്ചു കൂട്ടാനായിട്ട് ശ്രമിക്കുന്നവളാണ് അവളെ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒന്ന് സമാധാനിപ്പിച്ചില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശരണ്യയെ കാണാനായിട്ട് പിന്നീടും അലീന അവിടെ പോകുന്ന സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ രണ്ടാമതൊക്കെ പോയ സമയത്ത് കുറച്ചൊക്കെ ഒരു ബെറ്റർ ആയിട്ടുണ്ട് ശരണ്യ. അലീനയായിട്ടൊക്കെ ഒന്ന് പറയുന്നതൊക്കെ കേൾക്കാനും അതിന് മറുപടി കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നു. അപ്പം ആ ഒരു മാറ്റം ശരണ്യയുടെ അമ്മയ്ക്കും അച്ഛനും വളരെയേറെ സന്തോഷമാവുകയാണ്. കാരണം അലീന വന്നതുകൊണ്ടല്ല അങ്ങനെ. അപ്പം ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ ഇവളൊന്നും കഴിക്കുന്നില്ല അമ്മയെന്നൊക്കെ ശരണ്യയുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒന്നും കഴിക്കില്ല മോളെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് കോരി കൊടുക്കുന്നുണ്ട്. പിന്നെ അവളെ പുറത്തോട്ട്, അതായത് ആ ജനലൊക്കെ ഒന്ന് തുറന്ന് ആ വെട്ടം ഒന്ന് കയറ്റിയപ്പോൾ ആദ്യം അവൾക്ക് അതൊരു ഇറിറ്റേഷൻ ആയിരുന്നു ശരണ്യയ്ക്ക്. പക്ഷേ പിന്നെ അതൊക്കെ കുറേശ്ശായിട്ട് അവൾ കണ്ണുകൾ, അവളുടെ മിഴികൾ ഉയർത്തി ആ വെട്ടത്തിലോട്ട് നോക്കാനും അവളെ തല പൊക്കി അവളെ ശരീരം ഒന്ന് ഉയർത്തി എഴുന്നേറ്റിരിക്കാനൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അലീനയുടെ ആ ഒരു പ്രസൻസ് അവളെ വല്ലാണ്ട് ഒന്ന് മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ശരണ്യയ്ക്ക് അലീനയുടെ പ്രസൻസ് കൂടുതലായിട്ട് വേണമെന്ന് തോന്നുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു സമാധാനം ശരണ്യയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അലീന 1-2 പ്രാവശ്യമായിട്ട് ശരണ്യയുടെ വീട്ടിൽ വന്നു പോവുകയും അവളെ പുറത്തോട്ടൊക്കെ ഒന്ന്, അതായത് ഉമ്മറത്തോ കൊണ്ടുവന്ന് ഇരുത്തുകയും അവളുടെ മുടിയൊക്കെ ചീകി കെട്ടാനും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അലീന കാരണം അങ്ങനെ ഒരു ചേഞ്ച്, തൻ്റെ മോള് എന്തായി പോവും, അവളുടെ ഭാവി എന്താവും, അവളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭയം ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ അലീന വന്ന് ഈ ഒരു സാന്ത്വനം അവൾക്ക് അത്രയേറെ മാറ്റം വരുത്തിയതോർത്ത് അവർക്ക് വളരെയേറെ സന്തോഷമാവുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കൃഷ്ണമോളെ സ്കൂളിലോട്ട് അലീന തന്നെ കൊണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. കുട്ടികളുടെ ഒരു തരം നോട്ടവും ഒതുക്കി പിടിച്ചുള്ള ചിരിയും കാര്യങ്ങളൊക്കെ കൃഷ്ണമോൾ കാണുന്നുണ്ടെങ്കിലും സഹിച്ചിരുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് മാറി വന്നു. പക്ഷേ ബബിത ഒട്ടും തന്നെ കൂട്ടാക്കുന്നില്ല. ഞാൻ ഇനി കോളേജിലേ പോകുന്നില്ല എന്നാണ് ബബിതയുടെ നിലപാട്. പക്ഷേ ബാലചന്ദ്രൻ അത് അനുവദിച്ചില്ല. ബാലചന്ദ്രൻ പറഞ്ഞു, അങ്ങനെ നിൻ്റെ ജീവിതം അങ്ങനെ ഇതാക്കാനുള്ള, കോളേജിൽ പോയി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, നീ അല്ലാണ്ട് വീട്ടിൽ കയറി ഒതുങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല. കൃഷ്ണമോൾ പോകുന്ന കണ്ടില്ലെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ്റെ നിർബന്ധപ്രകാരം ബബിത പോവാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് മേടിച്ച്
മേടിക്കുകയാണ്. ഡിസ്ചാർജ് മേടിച്ച് എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. നെടുമ്പുരയ്ക്കലേ പോകാൻ പറ്റില്ല. അപ്പോൾ കൈതക്കൽ മാളിക വീട്ടിലോട്ട് തന്നെ പോകാനായിട്ട് തീരുമാനിച്ച് ശിവശങ്കറിനെ വിളിക്കുകയാണ്. അപ്പോൾ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ അങ്ങോട്ട് തന്നെ വരെയാണ്, എനിക്കും കൂടെ അവകാശപ്പെട്ട വീടാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ വരെയാണ് ശിവേട്ട എന്ന് പറയുന്നുണ്ട്. ശിവശങ്കറിനൊന്നും പറയാൻ പറ്റില്ല, വൈജയ്ക്കും കൂടെ അവകാശപ്പെട്ട തറവാടാണത്. അപ്പോൾ കമലയ്ക്ക് ഇത് കേട്ടപ്പോൾ തൊട്ട് ദേഷ്യവും ഇതും തുടങ്ങി. കമല കിടന്ന് ബഹളമാണ്. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ കമലെ, അവളുടെയും കൂടെ അവകാശപ്പെട്ട വീടാണിത്. അങ്ങനെ വൈജയന്തി ഡിസ്ചാർജ് ആയിട്ട് നേരെ കമലയുടെ അടുത്ത് വരെയാണ്. കമല തിരിഞ്ഞു പോലും നോക്കില്ല. വൈജയന്തി നന്നായിട്ട് ഇടങ്ങേറാവുകയാണ്. കാരണം ഒരാളുടെ സഹായം ഇല്ലാണ്ട് വൈജയന്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 കാലിനും ഒടിവുള്ളതാണ്, കൈക്ക് ഫ്രാക്ചറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആകെ അപാകത തന്നെയാണ് വൈജയന്തിക്ക്. അങ്ങനെ വൈജയന്തി വല്ലാണ്ട് കഷ്ടപ്പെടുകയാണ്. ഒടുവിൽ വൈജയന്തി തീരുമാനിച്ചു ബബിതയെ കുറച്ച് ദിവസം, പക്ഷേ ബബിതയ്ക്ക് ക്ലാസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതും പറ്റില്ല. പിന്നീട് ഒടുവിൽ വൈജയന്തി ഒരു ഹോം നേഴ്സിനെ തന്നെ വെക്കുകയാണ്. ഹോം നേഴ്സിനെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് അതീന്നും കുരിശായി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം കമല അപ്പോൾ ഹോം നേഴ്സിനെ വിളിച്ചുകൊണ്ട് അടുക്കളയിലെ പണികളും മറ്റ് പണികളൊക്കെ ചെയ്യിപ്പിക്കുക. അവസാനം അവരവിടെ നിട്ടിട്ട് പോവുകയും ചെയ്തു. അവസാനം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ശിവശങ്കരനും രാജീവും പറഞ്ഞു, വൈജയൻ നീ വീട്ടിൽ പോക്കോ, നെടുമ്പുരയ്ക്കൽ അവിടെ ആകുമ്പോൾ അലീന ഉണ്ട്, അവൾ നന്നായിട്ട് നിന്നെ കെയർ ചെയ്യും. പക്ഷെ അതൊന്നും വൈജയന്തി ചെവിക്കൊള്ളാനായിട്ട് നിന്നില്ല. ഒടുവിൽ വൈജയന്തി അവിടെ കിടന്ന് തന്നെ ഈ കമലയുടെ പീഡനത്തിന് അവസാനം ഇരയാവേണ്ടി വരികയാണ്. ഒടുവിൽ വൈജയന്തി തീരുമാനിക്കും ഇവിടെ നിന്ന് മിക്കവാറും അവിടെ തന്നെ പോകണം നല്ലതെന്ന് തീരുമാനിച്ച് നെടുമ്പുര വീട്ടിലേക്ക് തന്നെ വൈജയന്തി പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജീവും ശിവശങ്കരനും അതിൻ്റെ ഒപ്പം ബാലചന്ദ്രനും കൂടെ ചേർന്ന് തന്നെ നമ്മുടെ ഹരിയെയും രോഹിത്തിനെയും ജാമ്യത്തിൽ 30 ദിവസം കഴിഞ്ഞ റിമാൻഡ് കഴിഞ്ഞാൽ പിന്നെ ജാമ്യത്തിന് അപേക്ഷിക്കാമല്ലോ. അങ്ങനെ അവർ പൈസയൊക്കെ മുടക്കി വക്കീലിനെയൊക്കെ കണ്ട് ജാമ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇവർ 3 പേരും കൂടെ ചെയ്യണം. ബാലചന്ദ്രനെ ഇടപെടും. കാര്യം എന്ന് വെച്ചാൽ സ്വന്തം മകനായി പോയല്ലേ, തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എത്ര കൊടും തെറ്റ് തന്നെ ചെയ്തിരുന്നാലും അത് വക കൊള്ളാണ്ട് തന്നെ സ്വന്തം മകനെ പുറത്തിറക്കാൻ വേണ്ടി ബാലചന്ദ്രന് അവർക്കൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബാലചന്ദ്രന് ഒരു കാര്യം അറിയാം, തൻ്റെ മകൻ ചെയ്ത തെറ്റ്, തനിക്ക് പെൺമക്കളുണ്ട്, ആ മക്കളെ പോലെ തന്നെയാണ് ആ പീഡനത്തിനിരയായ പെൺകുട്ടി. ആ കുട്ടിയും ആ കുടുംബവും അനുഭവിക്കുന്ന ഓരോ വിഷമതകൾ ബാലചന്ദ്രൻ്റെ ഉള്ളിലും ഉണ്ട്. പക്ഷേ എന്ന് കരുതി മകനെ കളയാനും പറ്റില്ലല്ലോ, സ്വന്തം മകനായി പോയില്ല. ആകെ ഒരേ ഒരു മകനാണോ ഉള്ളത്. അത് തന്നെയാണ് ശിവശങ്കരൻ്റെയും അവസ്ഥ. സ്വന്തം മകൻ ചെയ്ത ക്രൂരത എത്ര വലുതാണ് എന്നുള്ളത് ശിവശങ്കരന് നന്നായിട്ട് അറിയാം. പക്ഷേ എങ്കിലും മകനെ പുറത്തിറക്കുക എന്നുള്ള ഒരു അച്ഛൻ്റെ ധർമ്മമാണ്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശിവശങ്കരന് മകനെ പുറത്തിറക്കാൻ വേണ്ടി ആരെയൊക്കെ കാല് പിടിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ ബാലചന്ദ്രനും അലീനയും കൂടെ നമ്മുടെ ജയിലിൽ ഇവർ പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ജയിലിൽ പോയി നമ്മുടെ രോഹിത്തിനെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ബാലചന്ദ്രൻ പോവാണ്. ബാലചന്ദ്രൻ വല്ലാത്തൊരു പ്രയാസമായിരുന്നു. സ്വന്തം മകനെ ഇരുമ്പഴിക്കുള്ളിൽ കാണേണ്ടി വന്നൊരവസ്ഥ, അതും 20 വയസ്സ് പ്രായം, പഠിക്കാൻ കോളേജിൽ വിട്ട തൻ്റെ മകൻ ഇന്ന് ഇരുമ്പഴിക്കുള്ളിൽ. ആ അച്ഛൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. വളരെ സങ്കടപ്പെട്ടാണ് ബാലചന്ദ്രൻ്റെ മുന്നിൽ രോഹിത്ത് നിന്നത്. മുഖത്ത് നോക്കാൻ പോലും തല കുനിച്ച് കുമ്പിട്ട് ഒരു കുറ്റവാളിയെ പോലെയാണ് ബാലചന്ദ്രൻ്റെ ഉള്ളിൽ നിന്നത്. ആ കാഴ്ച കാണാൻ ബാലചന്ദ്രൻ്റെ മനസ്സുകൊണ്ട് ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. ബാലചന്ദ്രൻ കണ്ടതിന് ശേഷം അലീന കയറി പോവാണ് നമ്മുടെ രോഹിത്തിനെ കാണാൻ. അപ്പോൾ കുറച്ച് നേരം രോഹിത്ത് ഒന്നും മിണ്ടാണ്ട് നിന്നുവെങ്കിലും അലീന ചോദിക്കുന്നതിനൊക്കെ ലൈറ്റായിട്ട് ചെറിയ രീതിയിൽ അവൻ മറുപടി പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞു, ഞാൻ അവിടെ പോയി എന്നുള്ളത് സത്യമാണ്, ഞാൻ കുറച്ച് മദ്യപിച്ചു, പക്ഷേ ഈ ഒരു കാഴ്ച എനിക്ക് കണ്ട് നിൽക്കാൻ പോലും എനിക്ക് കഴിയാതെ ഞാൻ അവിടെ നിന്ന് ഭ്രാന്തനെ പോലെ പുറത്തിറങ്ങി പോവുകയാണ് ചെയ്തത്. ഞാൻ ഒരിക്കലും ആ കുട്ടിയെ എൻ്റെ കൈ കൊണ്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ തൊടുക പോലും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഈ കൊടും ക്രൂരത ചെയ്തിട്ടില്ല എന്ന് തന്നെ നമ്മുടെ രോഹിത്ത് നമ്മുടെ അലീനയോട് പറയണം. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഇത്രയും ഇതോടുകൂടി അവൻ പറയുമ്പോൾ ഇനി അവൻ പറയുന്ന സത്യമാണോ, ശരിക്കും രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ള ഒരു സംശയം അലീനയുടെ ഉള്ളിലും വരെയാണ്. അങ്ങനെ അലീന അവിടെ നിന്ന് രോഹിത്തിനെ കണ്ടിറങ്ങിയ ശേഷം പിന്നെ ശരണ്യെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരണ്യെ കാണാൻ പോകുമ്പോഴത്തേക്ക് അന്ന് നടന്ന സംഭവങ്ങൾ ചെറിയ രീതിയിൽ അലീന ചോദിക്കുന്നുണ്ട്. അപ്പം ശരണ്യ പറയുന്നുണ്ട്, അവർ 3 പേരെ മുഖം എനിക്ക് കൃത്യമായിട്ട് എൻ്റെ കണ്ണുകൾ ഇടയ്ക്ക് തുറന്ന് പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ രോഹിത്ത് 4മതൊരാളെ എൻ്റെ അടുത്ത് വരിക അങ്ങനെ ഇവരെ 3 പേരെ മാത്രമാണ് ഞാൻ കണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അലീനയ്ക്കും സംശയമായി, രോഹിത് പറഞ്ഞത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യങ്ങളാണോ, അവൻ തെറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ള ഒരു തോന്നലൊക്കെ വരെയാണ്. പിന്നെ അതിനെ തേടിയുള്ള തെളിവും കാര്യങ്ങളും ഒക്കെ ശേഖരിക്കാനായിട്ട് അലീന ശ്രമിക്കുകയും പിന്നെ ശരണ്യയുടെ മൊഴി, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കോടതി കേസ് വരുമ്പോൾ ശരണ്യ കൊടുക്കുന്ന മൊഴി എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് പിന്നെ ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത്. അങ്ങനെ അലീന നമ്മുടെ രോഹിത്തിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്ത് രോഹിത്തിന് ശിക്ഷ ഇല്ലാണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. രോഹിത്തിനെ കുറ്റവിമുക്തനാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇനി വരുന്ന ആഴ്ചകളിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ആ ഒരു ട്വിസ്റ്റ് ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. പത്തി വിടർത്തി നിൽക്കുന്നവരൊക്കെ ഇനി പത്തിയൊക്കെ താഴ്ത്തിക്കോളും ഏതൊക്കെ രീതിയിൽ. കാര്യം അഹങ്കാരമൊക്കെ കുറച്ച് ബബിതയുടെ തന്നെ കണ്ടില്ലേ, ഹരി നല്ല ഡോസാണ് ബബിതയ്ക്കിട്ട് കൊടുക്കണത്. നീ അടങ്ങ് എന്നാ പറയണത്, നീ നിലത്ത് നിൽക്കുക. നിൻ്റെ ക്ലിപ്പ് ഓരോ വീഡിയോസ് ഹരിയുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ബബിത നല്ലപോലെ പേടിച്ചു. അതുകൊണ്ട് മാത്രമാണ് ബബിത വൈജയന്തിനെ എരിയിപ്പിക്കാണ്ട് അങ്ങോട്ട് വീട് വാടാക്കി എടുക്കുന്ന കേസൊന്നും വരാണ്ട്. അല്ലെങ്കിൽ പിന്നെ വൈജയന്തിയും ബബിതയും എന്തായാലും വീട് വാടാക്കി എടുത്ത് മാറിയാണ്. അപ്പോൾ ബബിതയെ കിട്ടാണ്ട് വന്നപ്പോഴാണ് വൈജയന്തി പിന്നെ കടപ്പാട്ട് വീട്ടിലോട്ട് പോകാനായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത്. അപ്പോൾ ബബിത എന്തായാലും മനുശങ്കർ നന്നായിട്ട് ബബിതേനെ ഡോസ് കൊടുത്ത് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ സീനൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സീനൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതൊരു ചെറിയ ഇൻട്രോ മാത്രം കേട്ടോ പറഞ്ഞത്. നമ്മുടെ വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ബേസ് ചെയ്ത്, നോവൽ ബേസ് ചെയ്തിട്ടുള്ള ഇൻട്രോ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ടിഷ്ടപ്പെടുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ശുഭരാത്രി പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.